ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അത് അടുപ്പിക്കുന്നതിന് മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് തൻ്റെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യുന്നതിനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യമേ രാവിലെ കാലം എളിയവരാകുന്ന ഞങ്ങളോടൊപ്പം ഉണ്ടാകുമാറാകണമേ കർത്താവേ. അങ്ങയുടെ ദാസ്യ തിരുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ ദാസ്യ ദൈവം നടത്തിയതായ വഴികൾ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞതായ വിധങ്ങളൊക്കെയും സംസാരിപ്പാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവ് നിന്റെ ദാസിയുടെ വായോടും നാവോടും കൂടെ ഇരിക്കുമാറാകണമേ. കേൾക്കുന്ന ജനത്തിന് അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, കർത്താവിനോട് അടുക്കുന്നതിന് മുഖാന്തരമായി തീരുവാൻ, അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ പരിശുദ്ധ കർത്താവ് സഹായിക്കുമാറാകണമേ അപ്പാ. അങ്ങയുടെ വിലയേറിയ ചിറകിൻ്റെ മറവിൽ ഞങ്ങൾ അല്പസമയം ഇരിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിലുള്ള ഞങ്ങളെ മറച്ചാട്ട്. നെറ്റ്വർക്ക് സിസ്റ്റത്തെ എല്ലാം അങ്ങ് കൺട്രോൾ ചെയ്താട്ട്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി ഇനിയുള്ള സമയം ദേവദാസിക്ക് തരികയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന് മഹത്വം. ദൈവസന്നിധിയിലെ ഇന്ന് പകൽക്കാലം ഈ ജോയ്സ് ടിവിയിലൂടെ എന്നെ ടെസ്റ്റിമണി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകാല് ഈ ജോയ്സ് ടിവിയിലെ പ്രിയ ആന്റിയോട്, റൈച്ചൽ മാത്യു ആന്റിയോടുള്ള ദൈവ സ്നേഹത്തിന്റെ നന്ദിയുടെ വാക്കുകൾ അറിയിക്കുന്നു. കർത്താവ് നൽകിയ ഈ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ എല്ലാ കരുണയും വിശ്വസ്തതയും ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകാലം കർത്താവിന്റെ ഒരു പൈതലായി തീരുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുവാൻ ലഭിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഒരാളായി തരുക, അതിലൊരാളായി തീരുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മഹാസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുന്നതോടൊപ്പം ഒരു 4 വരികൾ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവമായിട്ടല്ല ഇപ്പോഴും ഓർക്കുന്നത്. 4 വരികൾ പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉലകസ്ഥാപനം മുൻപേ ഉളവായൊരൻപിനാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മാറിപ്പതിനായി, മകനെ മാറിപ്പതിനായി, മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. കർത്താവിന്റെ മഹാകൃപയാല് ഞാൻ പാടിയതുപോലെ ഉലകസ്ഥാപനം മുൻപേ ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുവാനും ദൈവസ്നേഹത്തിലേക്ക് നിലനിൽക്കുവാനും ദൈവം തെരഞ്ഞെടുത്ത ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മുണ്ടിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾക്ക്
മൂത്ത മകളായിട്ടാണ് ഞാൻ എന്റെ ഭവനത്തിൽ ജനിച്ചത്. എന്നെ കൂടാതെ 3 സഹോദരങ്ങൾ കൂടെ ഉണ്ട്. എന്റെ മാതാവ് ഒരു മർത്തോമ സമുദായ വിശ്വാസിയായിരുന്നു. എന്റെ പിതാവ്, ഞങ്ങൾ CSI ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. മുണ്ടിപ്പള്ളി സെന്റ് സ്റ്റീഫൻ CSI ചർച്ചിലെ അംഗങ്ങളായിരുന്നു ഞങ്ങൾ. ദൈവത്തിന്റെ കൃപയാല് എന്റെ ബാല്യപ്രായത്തിലെ യേശു കർത്താവിനെ കുറിച്ച് അറിയുവാന് എനിക്ക് കൃപ ഇടയായി. പ്രത്യേകം എന്റെ മാതാവാണ് അതിന് മുഖാന്തരമായത്. മാതാവ് ഒരു മർത്തോമ സഭ വിശ്വാസിയായിരുന്നതിനാല് മാതാവ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴേ എന്റെ മാതാവ് ഞങ്ങളുടെ അരികിലിരുന്ന്, ഞങ്ങൾ രോഗികളൊക്കെ ആയിത്തീരുമ്പോൾ സാധു കൊച്ചുന്ന് പരീക്ഷയുടെ പാട്ടുകളൊക്കെ പാടി അമ്മ ഞങ്ങളുടെ അരികിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ഞങ്ങളെ അങ്ങനെ വളർത്തുകയും ചെയ്ത ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇങ്ങനെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞങ്ങളുടെ മാതാവ് ഞങ്ങളെ പഠിപ്പിച്ചു തരുവാന് ഇടയായി തീർന്നിട്ടുണ്ട്. അതെന്റെ ചെറുപ്രായത്തിൽ തന്നെ വലിയ വിശ്വാസമായിട്ട് എന്റെ ഉള്ളത്തിൽ പരിണമിക്കുവാനിടയായി. എനിക്ക് യേശു കർത്താവിനോടുള്ള സ്നേഹത്തിൽ എന്റെ ബാല്യപ്രായത്തിൽ തന്നെ യേശു കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ വഴികൾ നടക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്റെ 4ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കും ആ സമയത്തൊക്കെ ചെറുപ്രായത്തിൽ തന്നെ മറ്റു കൂട്ടുകാരൊക്കെ കളിക്കുമ്പോൾ ഞാനും അവരുടെ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാലും എന്റെ ചിന്തകളൊക്കെ സ്വർഗത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു. ഞാനിങ്ങനെ പറയാറുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ചർച്ചില്, ഞങ്ങളുടെ പള്ളിയില് എല്ലാ വർഷവും VBS നടത്തുമായിരുന്നു. VBS എന്നെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. VBSൽ പഠിപ്പിക്കുന്ന മിഷണറിമാരുടെ ചരിത്രങ്ങളൊക്കെ എന്നെ നന്നായി സ്വാധീനിച്ചു. പ്രത്യേകിച്ച് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ അനുഭവം പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതെന്റെ ജീവിതത്തിലെ വളരെയധികം സ്വാധീനിച്ചെങ്കിലും സുഖ സൗകര്യങ്ങളൊക്കെ വെടിഞ്ഞ് ആഫ്രിക്കയിലെ മണ്ണിൽ പോയി യേശു കർത്താവിന് വേണ്ടി ധീരതയോടെ നിന്ന് കർത്താവിന് വേണ്ടി ജീവനെ സമർപ്പിച്ച ആ മിഷണറിയുടെ സാക്ഷ്യങ്ങളൊക്കെ എന്നെ നന്നായി സ്വാധീനിക്കുവാനിടയായിട്ടുണ്ട്. ആ കുഞ്ഞു പ്രായം തന്നെ അപ്രകാരം എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന്റെ സാക്ഷിയായി തീരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുവാനിടയാകുകയും ഞാനിങ്ങനെ പറയുമായിരുന്നു, ഞാൻ വിവാഹമൊന്നും കഴിക്കുന്നില്ല. അന്ന് എനിക്കറിയത്തില്ല വിവാഹം കഴിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യാമെന്നൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെയാണ് പറയുന്നത്, ഞാൻ വിവാഹമൊന്നും കഴിക്കുന്നില്ല, എനിക്ക് യേശുവിന്റെ സാക്ഷിയാകണം, എന്റെ കർത്താവിന് വേണ്ടി ഒരു മിഷണറിയായി പോകണം എന്നിങ്ങനെ ഞാൻ എന്റെ ചെറുപ്രായത്തിൽ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ വളർന്നു വന്നു. ഞങ്ങളുടെ CSI ചർച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള CSI സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്കൊരു സുവിശേഷ ആലയം ഉണ്ടായിരുന്നു. ആ ആലയത്തിൽ എല്ലാ വർഷവും വാർഷിക കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ പ്രായമുള്ളവരാണ് കൂടുതലും പോയി പങ്കെടുക്കുന്നത്. എന്നാൽ ഞാനും അവരുടെ കൂട്ടത്തിൽ എന്റെ കസിൻസ് ആയിട്ടുള്ള മാതാക്കളോട് ഒരുമിച്ച് ഞാനും അവരോട് കൂടെ പോയി പങ്കെടുക്കുമായിരുന്നു. എല്ലാ വാർഷിക കൺവെൻഷനിലും പങ്കെടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായ ഉപദേശിമാര്, പ്രത്യേകാല മർത്തോമ സഭയിലേക്ക് ഉപദേശിമാരായിട്ടുള്ളവരും പിന്നെ ബ്രദർ സെൽവരാജ് ഇവരെ പോലെയുള്ളവരൊക്കെ വന്ന് ആ കൺവെൻഷനിൽ പങ്കെടുക്കുമായിരുന്നു. അവരുടെ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ആർക്കാണ് ഇഷ്ടമുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമായിരുന്നു. അങ്ങനെ യേശു കർത്താവിന് വേണ്ടി ജീവിപ്പാനുള്ള വലിയ ആഗ്രഹത്തോടെ ഞാൻ മുന്നോട്ട് പോയി. എന്റെ ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു ഞാൻ ഞങ്ങളുടെ വാർഷിക ആലയത്തിൽ നടന്ന ഒരു കൺവെൻഷനിൽ എന്നെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും അതുപോലെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ ആഗ്രഹമുള്ളവർ മുന്നോട്ട് വരാൻ ആ ദേവദാസൻ ക്ഷണിച്ചപ്പോൾ ബ്രദർ സെൽവരാജാണ് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ടീമും അവരെന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ മുന്നോട്ട് കടന്നുപോയി എന്നെ തന്നെ സമർപ്പിപ്പാൻ ഇടയായി. കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയം തന്നെ അന്യഭാഷയോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് ദൈവം കൃപ തന്നു. ഞാൻ അത് സ്നാനപ്പെട്ടിട്ടില്ല, യേശുവിനെ കർത്താവിന്റെ രക്ഷകനമായിട്ട് സ്വീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നിഷ്കളങ്ക ഹൃദയത്തോടെ എന്റെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അങ്ങനെ ആ ജീവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവിൽ എന്റെ ആ ചെറിയ പ്രായത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതോടെ ദൈവം മറ്റൊന്നും നോക്കാതെ ഞാൻ പറയുന്നത് സ്നാനപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. ആത്മശക്തിയോടെ അന്യഭാഷ അടയാളത്തോടെ ആത്മാവിനെ ആരാധിക്കുവാൻ എന്റെ ചെറിയ പ്രായത്തിൽ ദൈവം എനിക്ക് കൃപ തന്നു. തുടർന്ന് വലിയ ആത്മീയ വാഞ്ചയുടെയും വലിയ സന്തോഷത്തിന്റെയും ദിനങ്ങളായിരുന്നു. കർത്താവിന് വേണ്ടി ഏതൊരു മീറ്റിംഗ് വന്നാലും ഞാൻ പോകുമായിരുന്നു. എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ പിതാവിനൊന്നും അത്ര ഇഷ്ടമല്ല, പള്ളിയിലുള്ള മീറ്റിങ്ങുകൾക്ക് പോയാൽ മതി, അതിനപ്പുറത്തേക്ക് വേണ്ട എന്നാണ് എന്റെ പിതാവിന്റെ പക്ഷം. പക്ഷേ എനിക്ക് രക്ഷിക്കപ്പെട്ട ആത്മാഭിഷേകം പ്രാപിച്ചതോടുകൂടെ പള്ളികളിൽ മറ്റ് മീറ്റിങ്ങുകളില് കൂട്ടായ്മ മീറ്റിങ്ങുകളിലൊക്കെ കടന്നുപോയി പങ്കെടുക്കാനുള്ള വലിയ താല്പര്യമുണ്ടായി. അങ്ങനെ എന്റെ കസിൻസ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ അവരോട് കൂടെ പോകുവാനിടയായി തീർന്നു. അങ്ങനെ
ഞങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയിട്ട് വന്നപ്പോൾ എന്റെ പിതാവിന് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പിതാവ് എന്തിനാണ് കടന്നുപോയെന്നൊക്കെ ചോദിച്ച് എന്നെ ഉപദ്രവിക്കാൻ നല്ല അടിയൊക്കെ തരുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് ഭയങ്കര സങ്കടമായെങ്കിലും ഞാൻ എന്റെ ദൈവം എന്റെ ഉള്ളത്തിൽ തന്ന വിശ്വാസത്തോടെ ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. അവർ യേശുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു. എന്നാലും പെന്തക്കോസ്ത് വിശ്വാസം അല്ലെങ്കിൽ കൂടുതൽ ഒരു ആത്മീയ തീഷ്ണതയിലേക്ക്, പള്ളിക്ക് അപ്പുറമുള്ള ഒരു ആത്മീയതയിലേക്ക് പോകുന്നത് അവർക്ക് താല്പര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ എന്നെ ശിക്ഷിച്ചത്. എന്നാൽ എന്റെ പിതാവ് അങ്ങനെ ശിക്ഷിച്ചെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. കർത്താവെ, എന്റെ പിതാവിനെയും എന്റെ മാതാവിനെയും കർത്താവെ കൂടുതൽ ആത്മീയ സത്യങ്ങളിലേക്ക് ദൈവം നയിക്കണമേ എന്ന് ഞാൻ അവർ കിടക്കുന്ന മുറിയിലൊക്കെ കയറി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരും പറഞ്ഞു തന്നിട്ടില്ല. എന്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ എനിക്ക് പ്രകാശനം തന്നതുകൊണ്ട് അതുപോലെ ഞാൻ പുസ്തകത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെടണം, അവർ കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ എന്റെ SSLC പഠനം പൂർത്തീകരിച്ചു, പ്രീ ഡിഗ്രി പഠനവും പൂർത്തീകരിച്ചു. ആ സമയത്ത് എനിക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അല്പമായിട്ടുള്ള അകൽച്ചകൾ വരുവാൻ തുടങ്ങി. എന്റെ ചിന്തകൾ വേറെ നിലയിലേക്ക് ആകുവാൻ ഇടയായി തീർന്നു. ലോകത്തിൽ കുറേയൊക്കെ നന്നായിട്ട് നല്ല നിലയിൽ ജീവിക്കണം, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്തയും ആഗ്രഹവും എന്റെ ജീവിതത്തിലേക്ക് വന്നു. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം BA ഫസ്റ്റ് ഇയർ മാർത്തോമ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നഴ്സിംഗ് പഠിക്കാനായിട്ട് വിജയവാഡയിലെ മച്ചിലിപ്പട്ടണത്തേക്ക് കടന്നു പോകുന്നത്. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി 3.5 വർഷത്തെ കോഴ്സാണ് അന്ന്. ഞാൻ അവിടേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. ആ സമയത്ത് ആ വർഷത്തിലാണ് എന്റെ പിതാവിന് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. എന്റെ പിതാവ് ഒരു എക്സ് മിലിറ്ററി ആണ്. അതിനുശേഷം ഇവിടെ വന്ന KSRTC ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ ആക്സിഡന്റ്, താൻ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഡ്രൈവർ ആണെങ്കിലും എന്തോ ഒരു പോരായ്മ സംഭവിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാകാനിടയായി തീർന്നു. അതുവരെ പെന്തക്കോസ്ത് കൂട്ടായ്മകൾക്കൊന്നും പോകാതെ ഇരുന്ന എന്റെ പിതാവ് അവിടെയുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ കുണ്ടിപ്പള്ളിയിലുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്താണ് ഞാൻ നാട്ടിൽ ലീവിനായിട്ട് വരുന്നത്. ആ സമയത്ത് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണനാണ് ആ ചർച്ചിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവരെ വന്ന് ക്ഷണിച്ച നിമിത്തമായിട്ട് ഇവർ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നാട്ടിൽ വന്നത്. ആ സമയത്ത് എനിക്ക് ആത്മീയമായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ മീറ്റിങ്ങുകൾക്കൊന്നും പോകണമെന്ന് എനിക്ക് യാതൊരു ഇഷ്ടമില്ല. അല്പമൊക്കെ മതി, കർത്താവിനെ സ്നേഹിക്കണം, പക്ഷെ വേണ്ട അത്രത്തോളം ഒന്നും പെന്തക്കോസ്ത് അനുഭവത്തിലേക്കൊന്നും പോയി അതൊന്നും കേൾക്കണമെന്നുള്ള താല്പര്യമോ ആഗ്രഹമോ എനിക്കില്ലായിരുന്നു. ആവോളം ഞാൻ ഒഴിവാകാൻ ശ്രമിച്ചു. എന്നാൽ രാത്രി മീറ്റിംഗ് ആയതുകൊണ്ട് മാതാപിതാക്കൾ കടന്നുപോയപ്പോൾ അവരുടെ കൂട്ടത്തിൽ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അവിടെ സംസാരിച്ച കർത്താവിന്റെ ദാസനിലൂടെ സംസാരിച്ചത് യോനയെ കുറിച്ചാണ്. ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ടും അത് ചെയ്യാതെ മുന്നോട്ട് പോയി തന്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യുന്ന യോനയെ കുറിച്ച് അത് ദൈവത്തിന്റെ ദാസൻ അവിടെ സംസാരിപ്പാനിടയായി തീർന്നു. ആ യോന നിമിത്തം കപ്പലിൽ വലിയ കാറ്റടിച്ചിട്ട് വലിയ പ്രതിസന്ധികളും കോളുകളും ഉണ്ടാകുന്നതൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ആ വചനം എന്റെ ഉള്ളത്തിലേക്ക് ആഴത്തിൽ തറഞ്ഞിറങ്ങി. കാരണം ഞാൻ എന്റെ ബാല്യപ്രായത്തിലെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിച്ച ആളാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുന്നു, ദൈവഹിതത്തിന് വിരോധമായി സഞ്ചരിക്കുന്നു. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഓരോ വചനവും എന്റെ ഉള്ളത്തിലേക്കാണ് വന്നു പതിക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ച് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഞാനല്ലാതെ എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്, അവരോടൊക്കെ കൂടെ ആയിരിക്കും, ഞാൻ എന്തിനാ ഇത് വല്ലാതെ ഏറ്റെടുത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കത്തില്ലേ, ഈ ഇദ്ദേഹം എന്നോട് കൂടെ വന്ന് പറയത്തില്ലല്ലോ, ഈ പ്രാർത്ഥന കഴിയുന്നതോടെ ഇതങ്ങ് തീരുകയില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ മഴ പെയ്ത് ആ യോഗം അലങ്കോലമായി. ആ മഴ പെയ്ത് യോഗം അലങ്കോലമായി എന്ന് പറഞ്ഞാല് ഓപ്പൺ എയറിലാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എല്ലാവരും ഫോണിലേക്കൊക്കെ ഓടിപ്പോയി. അങ്ങനെ ആ കൺവെൻഷന്റെ അന്തരീക്ഷം അലങ്കോലപ്പെട്ടു. അന്ന് എനിക്ക് സമർപ്പിക്കേണ്ടതായിട്ടൊന്നും വന്നില്ല. ഞാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. പിറ്റേ ദിവസവും കൺവെൻഷന് പോകേണ്ടതായിട്ട് വന്നു. അവിടെ അന്ന് ദൈവപ്രത്യേകം സംസാരിച്ചത് യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്ന മനുഷ്യനെ കുറിച്ചാണ്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അർദ്ധപ്രാണനായി മുറിവേറ്റ് വഴിയരികെ കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് കർത്താവിന്റെ ദാസൻ സംസാരിച്ചു. ദൈവഹിതത്തിനെതിരായി സഞ്ചരിച്ച് യാത്ര ചെയ്ത് പാപത്താൽ മുറിവേറ്റ് വഴിയരികെ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ടവർ ശുശ്രൂഷിക്കാതെ കടന്നുപോയപ്പോൾ നല്ല ശമരിയക്കാരൻ അവന്റെ അരികിലേക്ക് വന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് മനസ്സലിവോടെ തന്നെ ശുശ്രൂഷിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹം അവിടെ പങ്കുവെച്ചപ്പോൾ എനിക്ക് ആ വചന ശുശ്രൂഷ എന്റെ ജീവിതത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ആ വചനത്തോട് മറുത്തു നിൽക്കുവാൻ കഴിഞ്ഞില്ല. കാരണം യേശുവിന്റെ സ്നേഹത്തിൽ ഞാൻ വ്യതിചലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. കർത്താവിന്റെ സ്നേഹം എന്നെ തേടി വന്ന് എന്റെ മുറിവുകളെ
കെട്ടുവാൻ ആഗ്രഹിക്കുന്നുവെന്നും അല്ലെങ്കിൽ മറ്റാരും ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കാതെ മറ്റെല്ലാവരും ഒഴിഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാതെ ഒഴിഞ്ഞു പോകുമ്പോൾ യേശു കർത്താവിന്റെ സ്നേഹം എന്റെ അരികിലേക്ക് വന്ന് അവൻ എന്റെ മുറിവുകളെ കെട്ടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുവാൻ തുടങ്ങി. കർത്താവിന്റെ സ്നേഹത്തിൽ ഞാൻ അകന്നു പോയല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിച്ച് വീണ്ടും ഞാൻ കർത്താവിന്റെ മുൻപിൽ ആരെ യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ മറ്റൊരു കണ്ടീഷനും വെക്കാതെ, യേശുവെ ഇനി എനിക്ക് ആയുസ് തന്നാൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. എന്റെ ഇഷ്ടങ്ങളും എന്റെ സ്വന്തം താല്പര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ കുഴിച്ചു മൂടുന്നു. നിന്റെ ഇഷ്ടങ്ങൾക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരങ്ങളിൽ എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, കണ്ണുനീരോടെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. എന്റെ സഹോദരിയും എന്റെ തൊട്ടടുത്തായിട്ടുണ്ട്. എന്റെ മാതാപിതാക്കളും അവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അന്ന് ആ ഓൾട്ടർ കോളിൽ എന്റെ സഹോദരിയും എന്നോട് കൂടെ യേശുവിനെ കർത്താവിന്റെ രക്ഷകനുമായി സ്വീകരിപ്പാനായിട്ട് അവൻ ഇടയായി തീർന്നു. ഒരു പുതുഹൃദയം കർത്താവ് എനിക്ക് നൽകി തന്നു. വരെ ഞാൻ എല്ലാവരോടും സംസാരിക്കും, നല്ല ജോലിയായിട്ട് ഒക്കെ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളാണെങ്കിലും യേശു കർത്താവിൽ നിന്ന് അകന്നു പോയതിൻ്റെതായിട്ടുള്ളൊരു ശൂന്യത എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും അനുഭവിച്ചിരുന്നു. ദൈവ സാന്നിധ്യം വിട്ടുപോകുമ്പോഴുള്ള ഒരു ശൂന്യത, എന്തെല്ലാം ഉണ്ടായാലും അതിന്റെ നടുവിൽ ദൈവ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യത എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. എന്നാൽ ഞാൻ എപ്പോൾ എന്റെ യേശുവിന് വേണ്ടി വ്യവസ്ഥകൾ കൂടാതെ, കർത്താവെ ഇനി എനിക്ക് നീ തരുന്ന ആയുസ് നിനക്ക് വേണ്ടി മാത്രം ഞാൻ സമർപ്പിക്കും, നിനക്കായി ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് അതുവരെ ഞാൻ അനുഭവിക്കാത്തൊരു വലിയ സമാധാനം, ഒരു വലിയ സന്തോഷം എന്റെ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് നൽകി തരുവാനിടയായി തീർന്നു. ഞാൻ മറ്റ് കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല, കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ ഭവനത്തിലേക്ക് തിരികെ പോരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഭവനത്തിൽ ആരും അങ്ങനെ ഞങ്ങളുടെ പിതാവിന്റെ കുടുംബത്തിലോ മാതാവിന്റെ കുടുംബത്തിലോ ആരും പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നവരില്ല. എന്റെ ഒരു ഉപ്പാപ്പൻ മാത്രമാണ് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നത്. താൻ എന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ ഞങ്ങളൊക്കെ കളിയാക്കി, അദ്ദേഹം അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ഞങ്ങളൊക്കെ കളിയാക്കി പരിഹസിച്ചിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നു. പെന്തക്കോസ്തുകാരെ കുറിച്ചുള്ള ചിന്ത, യേശുവിനെ ഇഷ്ടമാണ്, പ്രാർത്ഥന ഇഷ്ടമാണ്, പക്ഷെ പെന്തക്കോസ്ത് അനുഭവം എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സമർപ്പിച്ചു. തുടർന്ന് ദൈവത്തിന്റെ കൃപയാല് വീണ്ടും ആ ആലയത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ കടന്നുപോയി ദൈവത്തിനെ കേട്ടുകൊണ്ടിരുന്ന ഒരു ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ടത് അറിഞ്ഞുകൊണ്ട് എന്റെ സഹപാഠിയായിരുന്ന ഒരു IPC-കാരി, പെന്തക്കോസ്തുകാരിയായ ഒരു സഹോദരി, 2-3 സഹോദരിമാരുമായി ചേർന്ന് എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. പാസ്റ്റർ MV ചാക്കോയുടെ കസിനായിട്ടുള്ള, മഠത്തിൽ ചാക്കോച്ചായൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കസിനായിട്ടുള്ള ഒരു സഹോദരി, മോളാണ്, ആനി എന്നാണ് അവളുടെ പേര്. അവളും അവിടെ ചർച്ചിലെ കുറച്ച് വിശ്വാസികളുമായി എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സുജയ നീ രക്ഷിക്കപ്പെട്ടെന്ന് അറിഞ്ഞു, സന്തോഷം. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം, സ്നാനപ്പെട്ടവർ വേർപെട്ട് ദൈവത്തെ ആരാധിക്കണം എന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ അവരോട് തർക്കിക്കാനൊന്നും നിന്നില്ല, കാരണം അവര് പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്നുള്ള ചിന്തയില്. സ്നാനം ഞാൻ അംഗീകരിക്കുന്നു, രക്ഷിക്കപ്പെടുന്നത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ വേർപെട്ട് പെന്തക്കോസ്ത് ആരാധനയിൽ പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അന്നേരവും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാല് അവര് പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ശീലമുണ്ടായിരുന്നു. ദൈവത്തോട് ഞാൻ ആലോചന ചോദിക്കാറുണ്ട്, കർത്താവേ നിന്റെ വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമേ, ദൈവമേ നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ദൈവം തന്ന വേർപെട്ട് ദൈവത്തെ ആരാധിക്കണോ കർത്താവേ, അത് ആവശ്യമുണ്ടോ എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ അതുവരെ കാണാത്തൊരു ഭാഗം, ആരും എനിക്ക് റെഫറൻസ് പറഞ്ഞു തരാത്തൊരു ഭാഗമായിരുന്നു 2 കൊരിന്ത്യർ 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്, വിശ്വാസിക്ക് അവിശ്വാസിയോട് എന്തോ ഓഹരി, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ നിങ്ങൾ അവരെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. എന്നാൽ ഞാൻ അശുദ്ധമായതൊന്നും തുടരരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായി തീരുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നുള്ള ആ വചനം. ദൈവമേ ഇത് ചെയ്യണമോ, ഇത് ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന വാക്കുകളിലൂടെ, ദൈവത്തിന്റെ വചനത്തിലൂടെ എന്നോട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവ ശബ്ദമാണ്. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ ഹിതത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം ഞങ്ങളുടെ മുണ്ടിപ്പള്ളി ചർച്ചില്, മുണ്ടിപ്പള്ളി CSI ചർച്ചിൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും, അത് അങ്ങനെ എന്റെ പാപ്പന്മാരും എന്റെ പേരപ്പന്മാരും, അങ്ങനെ ഞങ്ങളുടെ ഒരു വലിയ കൂട്ടം ആ ഭാഗത്തുള്ളവരൊക്കെ CSI ചർച്ചിൽപ്പെട്ടവരാണ്. ഞാനന്ന് കൊയറിലും യുവജന സഖ്യത്തിലും ഒക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പള്ളി വിട്ടിറങ്ങാന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ചില പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങള് സ്നാനപ്പെടുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോൾ എന്റെ അമ്മ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുകയാണെങ്കിൽ കമ്മലും മാലയും ഒക്കെ ഊരിയിട്ട് ശരിയായ നിലയിൽ സ്നാനപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ വിഡ്ഢിത്തരം ഒന്നും കാണിക്കരുത്, നമുക്ക് നാളെ ഈ ദേശത്തൂടെ നടക്കേണ്ടതാണ്, നമുക്ക് കർത്താവിനെ സേവിക്കാം, സ്നാനപ്പെടാം,
ആരും അറിയാതെ പോയി സ്നാനപ്പെട്ടിട്ട് ചെറിയ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് പള്ളിയിൽ പോകാം, പ്രാർത്ഥനയ്ക്കും പോകാം, ഈ രണ്ട് കാര്യം കൂടെ ചെയ്യാം എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോ അമ്മ പറഞ്ഞില്ല, ഞാൻ സ്നാനപ്പെടുവാണെങ്കിൽ അങ്ങനെയേ ഉള്ളൂ, ഇങ്ങനെ സ്നാനപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും ചർച്ചിലേക്ക്, അമ്മയുടെ ഒക്കെ കൂട്ടത്തിൽ വീണ്ടും ഞാൻ ഈ പെന്തക്കോസ്റ്റ് ചർച്ചിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അന്ന് രാത്രി കർത്താവിന്റെ ദാസൻ സ്നാനത്തെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുകയും അതിനുശേഷം സമർപ്പിക്കുവാനായിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എന്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഭയത്തിന്റെയും സംശയത്തിന്റെയും അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. എനിക്ക് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന, എന്നെ സംശയിപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാ അനുഭവങ്ങളും എന്നെ വിട്ടുമാറിയിട്ട് ഞാൻ അന്ന് രാത്രി പൂർണ്ണ ഹൃദയത്തോടെ കണ്ടീഷൻസ് ഒന്നും വെക്കാതെ, കർത്താവെ ഇനി തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി ജീവിക്കാം. എനിക്ക് ഓർണമെന്റ്സോ എന്റെ മറ്റു കാര്യങ്ങളും എന്റെ ബന്ധങ്ങളോ ഒന്നുമല്ല വലുത്, യേശു കർത്താവാണ് എനിക്ക് വലുത്. ഞാൻ അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ വഴികളിലൂടെ നടപ്പാൻ എനിക്കുള്ള ശിഷ്ടായുസിനെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു പറഞ്ഞ് അന്ന് രാത്രി സമർപ്പിക്കാനിടയായി. എന്റെ ഓർണമെന്റ്സ്, എനിക്കുണ്ടായിരുന്ന ഓർണമെന്റ്സ് ഒക്കെ ഊരി പിറ്റേ ദിവസം ഞാനും എന്റെ സഹോദരിയും എന്റെ മാതാപിതാക്കളും ഒരുമിച്ച് മുണ്ടിപ്പള്ളിയിൽ സ്നാനപ്പെടുവാൻ, യേശു കർത്താവിനെ ജലത്തിൽ സാക്ഷിയിരിക്കാൻ എനിക്ക് ദൈവം കൃപ തരുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശക്തീകരിച്ച് പിന്നീട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, എന്റെ ഇഷ്ടങ്ങളൊക്കെ വ്യത്യസ്തമായി തീരുവാനിടയായി തീർന്നു. കർത്താവിന്റെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടങ്ങളായി തീരുവാൻ, ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ എനിക്ക് ഒരു ഹൃദയം എനിക്ക് ദൈവം നൽകി തരുവാനിടയായി തീർന്നു. അതുവരെ എനിക്കുണ്ടായിരുന്ന എന്റെ അവസ്ഥകളും ശീലങ്ങൾക്കും ഒക്കെ വലിയ മാറ്റം എന്റെ ദൈവം എനിക്ക് നൽകി തരുവാനിടയായി. തുടർന്ന് എന്റെ പഠന സ്ഥലത്തേക്ക് ഞാൻ മടങ്ങിപ്പോയപ്പോൾ കോളേജിൽ നഴ്സിംഗ് സ്കൂളിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളോടും യേശു കർത്താവിനെ കുറിച്ച് പറയാനും, ആമേൻ, അവരെ അവിടെ ഞങ്ങൾക്കൊരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങുവാനും, അങ്ങനെ അനേകർ എന്റെ സാക്ഷ്യം കേൾക്കുവാനും, അതുവരെ കണ്ടിരുന്ന സുജയിൽ എന്റെ മാതാപിതാക്കൾ പ്രതീക്ഷയോടെ എന്നെ പഠിപ്പിച്ചു. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു വേല ചെയ്യണമെങ്കിലും ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു പോകുന്നതിനോട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതിനാൽ ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, അതിനുള്ള അവസരം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എന്റെ വിവാഹത്തിന്റെ ആലോചന വന്നപ്പോൾ, പഠനമൊക്കെ കഴിഞ്ഞ് വിവാഹാലോചന വന്നപ്പോൾ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട, ജോലി ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ദൈവദാസനാണ് വന്നത്. എനിക്കത് താല്പര്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഈ ുള്ളവരായതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ചു. ഞങ്ങളുടെ വിവാഹം അങ്ങനെ 1993 മാർച്ചിൽ നടക്കുവാനിടയായി തീർന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ ദൈവജന പഠനത്തിനായിട്ട് മണക്കാല സെമിനാരിയിലേക്ക് പോയ 4 വർഷങ്ങൾ എനിക്ക് കുറച്ചു സമയങ്ങൾ ജോലി ചെയ്യുവാനായിട്ട് ഇടയായി. എന്നാൽ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച അനന്തരം വളരെ ഭാരങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഞങ്ങള് സമർപ്പണത്തിൽ നിന്ന് പുറകോട്ട് പോകത്തക്കവണ്ണം ഉള്ള വലിയ പ്രതിസന്ധികൾ, ഭാരങ്ങൾ, മാനസികമായിട്ടുള്ള വൈഷമ്യങ്ങൾ ഞങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. ഇരു കുടുംബങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നുമൊക്കെ. കാരണം എന്റെ സമർപ്പണ വർക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയത്തില്ലായിരുന്നു. ജോലി ചെയ്തുകൊണ്ട് നീ കർത്താവിന്റെ വേല ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത്, എല്ലാവരും എന്നെ ഉപദേശിച്ചത് അങ്ങനെയാണ്. പക്ഷേ ദൈവശബ്ദം, എനിക്ക് കിട്ടിയ ദൈവശബ്ദം അങ്ങനെ ആയിരുന്നില്ല. ദൈവശബ്ദത്തോട് അനുസരണക്കേട് കാണിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട് പലരും എന്നെ ഉപദേശിച്ചു, കുറച്ചു കാലം നീ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യും, എന്നിട്ട് അതിനുശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചാൽ മതി, പൂർണ്ണമായിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആരെയാണ് അനുസരിക്കേണ്ടത്? എന്റെ കർത്താവിന്റെ വാക്കുകളെയാണോ മാനുഷിക ശബ്ദത്തെയാണോ? അവിടെ ഞാൻ നിന്ന് ഏൽക്കുവാൻ, ഒറ്റപ്പെടിയിലേൽക്കുവാൻ എനിക്ക് പ്രയാസമുണ്ടായില്ല. കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. എന്നെ സ്നേഹിച്ചവർ എനിക്ക് മുഖം തരാൻ. സിസ്റ്റർ, അങ്ങനെ ദൈവശബ്ദം കേട്ടെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് സംസാരിക്കുകയോ വചനത്തിലൂടെ അങ്ങനെ വല്ലതും സിറ്റുവേഷൻ വല്ലതും ഉണ്ടായെങ്കിൽ ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞാട്ടോ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കൊച്ചുനാൾ മുതൽ എനിക്ക് ഇതായിരുന്നു ആഗ്രഹം. ദൈവാത്മാവ് നിരന്തരമായിട്ട് ഈ മിഷണറിമാരുടെ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കർത്താവിന്റെ ദാസന്മാർ സംസാരിക്കുമ്പോൾ അങ്ങനെ ദൈവദാസന്മാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഒരു ദൈവദാസൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഈ ലോകത്തെ സേവിച്ചാൽ ഹാഗാറിന്റെ, അബ്രഹാമിന്റെ ദാസിയായ ഹാഗാറിനെ ഓർത്തുകൊള്ളുക. ഈ ലോകത്തെ സേവിച്ചാൽ ഒരു തുരുത്തി വെള്ളവും അടയും മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ, അത് തീർന്നു പോകും. അപ്പോ ആ ദൈവശബ്ദം, അങ്ങനെ പല കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് ദൈവം എന്നെ കണ്ടിരിക്കുന്നതെന്ന്. ഞാൻ ഡൽഹിയിൽ ജോലിക്ക് പോയതാണ്, അവിടെ വെച്ച് ഞാൻ ദൈവശബ്ദം കേട്ടു. എനിക്ക് വേണ്ടി ശോഭിക്കുവാനായി ഞാൻ കണ്ടിരിക്കുന്ന നീ എന്തിനിവിടെ വന്നു എന്ന് ഞാനൊരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം എന്റെ കാതുകൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു, ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ. അപ്പോ ഞാൻ അതുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിലോ എന്നോട് വേദന തോന്നിയവരുടെ മുന്നിലോ ഒന്നും എനിക്ക് പ്രയാസമുണ്ടായില്ല. കാരണം ഞങ്ങൾ കുറച്ച് വേദനയുടെ
കടന്നു പോകേണ്ടതായിട്ട് വന്നു. സ്നേഹക്കുറവുകളും പരിഗണനക്കുറവുകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ആ സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്യുവാൻ ദൈവകൃപ കർത്താവ് നൽകുന്നു. ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഏറ്റവും അടുത്ത ഒരു പ്രാണസ്നേഹിതൻ ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഇമ്പശബ്ദം പലപ്പോഴും കേൾക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ദൈവിക ദർശനങ്ങൾ തന്ന ദൈവം എന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. കർത്താവ് എന്നെ ചേർത്ത് നിർത്തുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മനുഷ്യർ എന്നെ മാറ്റി നിർത്തിയപ്പോൾ കർത്താവ് എന്നെ ചേർത്ത് നിർത്തുന്നതായിട്ട്. ഒരു ദിവസം ദൈവത്തിന്റെ ശബ്ദം, ഒരു ദിവസം ഒരു രാത്രി ഞാനിങ്ങനെ ഒരു പാട്ടിൽ കൂടെ കേൾക്കുകയാണ്. പലരുടെയും അവഗണനകളും കാര്യങ്ങളും ഒക്കെ സഹിച്ച ഒരു ദിവസം രാത്രിയിൽ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എന്നുള്ള ആ പാട്ടിന്റെ വരികൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ കാതുകളിൽ കേൾപ്പിച്ചു. ലോകത്തിലുള്ള സ്നേഹങ്ങളും ബന്ധങ്ങളും ഒക്കെ മാറിപ്പോകുമ്പോൾ, സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ മനുഷ്യർ ഒറ്റപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ സ്നേഹം മാറിപ്പോകാത്തതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് അന്ന് രാത്രി എന്നെ ധൈര്യപ്പെടുത്തുവാൻ ആ പാട്ടിലൂടെ എന്റെ കാതുകളിൽ വന്നിങ്ങനെ ആ പാട്ട് കേൾക്കുകയാണ്. അങ്ങനെ പല അനുഭവങ്ങൾ എനിക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം സമർപ്പിച്ച് കുന്നുംകുളത്തേക്കാണ് വന്നത്. കുന്നുംകുളത്ത് അന്ന് ചർച്ച എന്ന് പറഞ്ഞാണ് അവർ ഞങ്ങളെ അയച്ചത്. പക്ഷെ ഇവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഒരു വാടക വീട്ടിൽ, ഒരു ചെറിയ ഓലയിട്ട വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ 4 വയസ്സായ എന്റെ മോനും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ എത്തി. അന്ന് ഞാൻ പ്രഗ്നന്റ് ആണ്. എന്റെ മോളെ 2 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയമാണ്, രണ്ടാമത്തെ മോളെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ ഞങ്ങൾക്ക് മാനുഷികമായിട്ട് വലിയ സപ്പോർട്ടൊന്നും കിട്ടുവാനില്ലായിരുന്നു. 800 രൂപയാണ് ഞങ്ങളുടെ ഹോളിന്, ഞങ്ങൾ താമസിക്കുന്ന വീടിന് കൊടുക്കേണ്ടത്. അതിലൊരു ചെറിയ മുറി മാത്രം, ഒരു ചെറിയ മുറി പ്രാർത്ഥനയ്ക്കായിട്ടുള്ള, അത് മാത്രമാണ് സിമെന്റ് ഇട്ടുള്ളത്. ബാക്കിയെല്ലാം ചാണകം പൂശിയ അങ്ങനെയുള്ള ഒരു അനുഭവമാണ്. ഞങ്ങളുടെ 2 വീടുകൾ ദൈവത്തിന്റെ കൃപയാൽ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെ എത്തുന്നതാണ് ഞങ്ങൾ അങ്ങനെ വന്നത്. എന്റെ സഹോദരൻ ഒരിക്കൽ ഇവിടെ വന്ന് കണ്ടിട്ട് അവിടെ പോയി നാട്ടിലൊക്കെ പറഞ്ഞു. അവരുടെ വിഷമം കൊണ്ടായിരിക്കാം. എന്റെ സഹോദരൻ പറഞ്ഞ കസിൻ ബ്രദർ, അവൾക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അവൾ ഇങ്ങനെ പോയി അങ്ങനെ കിടക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും ഞങ്ങൾക്ക് ദുഃഖം തോന്നിയിട്ടില്ല. കർത്താവ് ഞങ്ങളെ എല്ലായ്പ്പോഴും നടത്തിക്കൊണ്ടിരുന്നു. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവം ഞങ്ങളെ വിളിച്ച് ഇവിടെ കൊണ്ടാക്കിയതാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ആ പുതിയ വീട്ടിലെ ഞങ്ങൾ 2 പേരും കൂടെ ഞങ്ങൾക്ക് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ 2 പേരും കൂടെ കുഞ്ഞിനെ പിടിച്ചിട്ട് ഓരോ വീടാന്തരം കയറി, ഓരോ വീടുകൾ കയറി സുവിശേഷം പങ്കുവെക്കാനായിട്ട് കടന്നു പോകും. ഞാനൊന്ന് പ്രഗ്നന്റ് ആയിരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര വോമിറ്റിംഗ്, ഛർദിലുണ്ടായിരുന്നു. ആ ഛർദിലിന്റെ പ്രയാസങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ 2 പേരും കൂടെ കുഞ്ഞിനെയും പിടിച്ച് ഓരോ വീടുകൾ കയറി സുവിശേഷം അറിയിപ്പാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റുഭാഗത്തുള്ള 1-2 ഭവനങ്ങൾ ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടായിരുന്നു. യഹോവ ഇരേ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ദൈവം കരുതിക്കൊള്ളുന്നു പറയും. അതുപോലെ കരുതുന്ന, മാതാപിതാക്കളെ പോലെ കരുതുന്ന, എന്നാൽ അവര് വിശ്വാസമാർഗത്തിലുള്ള ജാതീയരായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങൾ ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞിനെ അവരുടെ കുഞ്ഞിനെ പോലെ നോക്കുവാനിടയായിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ നൽകി തരാനിടയായിട്ടുണ്ട്. വെള്ളം അവരുടെ കിണറ്റില് എല്ലാ ആളുകളും വന്ന് കോരിക്കൊണ്ട് പോകുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് വേണ്ട വെള്ളം അവർ കോരി വെച്ച് അവിടെ വെച്ച് തന്നിട്ടുണ്ട്. എനിക്കന്ന് ശാരീരികമായ ബലഹീനതകളൊക്കെ പ്രഗ്നന്റ് ആയിരുന്നുകൊണ്ട് അങ്ങനെയൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അവർ കഴിക്കുന്നത് ഞങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ കരുതൽ ഞങ്ങൾക്ക് അവിടെ അനുഭവിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ചില കുറെ ദിവസങ്ങൾ ഭക്ഷണം ഒന്നുമില്ലാതെ വളരെ വിഷമിച്ചിരുന്ന ഒരനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി. ഞാനന്ന് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞല്ലോ, എനിക്ക് കഴിക്കാനൊന്നുമില്ല, കുഞ്ഞിന് കൊടുക്കാനൊന്നുമില്ല. കുഞ്ഞ് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും, ഞങ്ങൾ ആരോടും പറയാറില്ല. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 3-4 ദിവസം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാസ്റ്റർ ഉപവാസമാണ്. ഞാൻ കിട്ടുന്നത് എന്തെങ്കിലും ഉള്ളത് കഴിക്കും, പക്ഷെ പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2 സഹോദരിമാര്, അവരെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള പള്ളിക്കാരായിട്ടുള്ള സഹോദരിമാരാണ്. അവരവിടെ കടന്നു വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ തന്നിട്ട് പോയി. എന്തോ അവർക്ക് അങ്ങനെ വേറെ വഴിക്ക് പോകേണ്ടവരാണ്. അവർ ആ വഴിക്കൂടെ അന്ന് വരാൻ അവരെ ദൈവം നിർബന്ധിച്ച നിമിത്തമായിട്ട് അവരവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആ പൈസ തന്നിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, കുഞ്ഞിന് ബിസ്ക്കറ്റും ഞങ്ങൾക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും വാങ്ങിച്ച് അന്ന് ഭക്ഷണം കഴിക്കുവാനിടയായി. അന്ന് പകൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു വചനം തന്നു. ഇനി നീ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നീ അനുഭവിക്കുകയില്ല. ക്രിസ്ത്യൻ പ്രവചനം 36-ാം അധ്യായം 29-ന്റെ അവസാന വാക്യവും 30-ാം വാക്യവുമാണ്. ഞാൻ നിലത്തിന്റെ വിളവ് വർദ്ധിപ്പിക്കും, അങ്ങനെയൊക്കെ പറയുന്ന ആ ഭാഗങ്ങൾ. ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന് നീ അനുഭവിക്കുകയില്ല. ദൈവത്തിന്റെ കരുണയാൽ പിന്നീട് ഞങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി തരുവാനിടയായി തീർന്നു. ഓരോ സമയങ്ങളും വേണ്ടതൊക്കെ ദൈവം ഞങ്ങൾക്ക് നൽകി തരാനിടയായി തീർന്നു. പ്രതിസന്ധികളിലൂടെയും ഭാരങ്ങളിലൂടെയും ഒക്കെ പിന്നെയും കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായിരുന്നു, വാക്കുമാറാത്തവനായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞതുപോലെ ഈ ലോകത്തെ സേവിച്ചാൽ ഒരു തുരുത്തി വെള്ളവും അടയാതെ തീർന്നു പോകുന്നതാണ്.
എന്നാൽ ദൈവത്തിന്റെ പ്രൊവിഷൻസ്, ദൈവത്തിന്റെ കരുതലുകൾ ഓരോ സമയത്തും വേണ്ടത് അനുഭവിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. അതുപോലെ ഹല്ലേലൂയ, അങ്ങനെ ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ 5 വാടക വീടുകൾ മാറി മാറി താമസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ വീട്ടിൽ ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് മാറി. ആ വീട്ടിലേക്ക് രണ്ടാമത്തെ വീട്ടിൽ മാറുമ്പോൾ വീടുകൾ അടുത്തടുത്തുള്ള വീടുകളാണ്. ഞങ്ങൾ പ്രാർത്ഥന നടത്തുമ്പോൾ കുറെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി പ്രാർത്ഥനയ്ക്കായിട്ട്. അപ്പൊ നല്ല ശബ്ദത്തിലുള്ള ആരാധനയൊക്കെയാണ്. ആ സമയത്ത് ചുറ്റുപാടുള്ള അയൽവക്കത്തുള്ള ഒരു സഹോദരൻ ഉറക്കെ ഈ റേഡിയോ വെച്ചിട്ട് ഭയങ്കര ശബ്ദത്തിൽ ബഹളം ഉണ്ടാക്കുക. ഇന്നിവിടെ പ്രാർത്ഥന നടത്തിയ കല്ലെടുത്തെറിയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണികൾ. അപ്പോ അങ്ങനെ ഭയങ്കര ഭീഷണി. പക്ഷെ ഞങ്ങളത് പ്രാർത്ഥിക്കാൻ വന്ന ആൾക്കാരുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഇദ്ദേഹം ബഹളം വെക്കാനായിട്ട് റോഡിലോട്ട് മറ്റുള്ളവരെ കൂട്ടി ഇറങ്ങിയ സമയത്ത് തൊട്ട അയൽവാസിയായിട്ടുള്ള കുടിയനായിട്ടുള്ള ഒരു സഹോദരനാണ്, മുഴുക്കുടിയനാണ്. പക്ഷെ ആ സഹോദരൻ അങ്ങോട്ട് ഇറങ്ങിച്ച് പറഞ്ഞു, ആർക്കാണ് പാസ്റ്ററെ തല്ലേണ്ടത്? എന്നെ തല്ലട, എന്നിട്ട് നീ പാസ്റ്ററെ തല്ലിയാൽ മതി, പാസ്റ്റർ അവിടെ പഠിക്കും പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ സഹോദരനെ ദൈവം അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇറക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ഓരോ കരുതലുകൾ ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷമായിട്ട് ഞങ്ങൾ വീണ്ടും വേറൊരു വാടക ഭവനത്തിലേക്ക് മാറി താമസിച്ചു. അവിടെയും ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയം പുതുതായിട്ട് ആളുകൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ദൈവകൃപയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ ഫലമായിട്ട് ജാതീയ മാർഗത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുവാൻ, സഹോദരിമാർ സമർപ്പിച്ച് വരുവാനിടയായതിന്റെ ഫലമായിട്ട് സുവിശേഷ വിരോധികളായ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്കെതിരെ തിരിയുവാനിടയായി തീർന്നു. ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു, ആരെങ്കിലും അപരിചിതരായിട്ടുള്ള ആൾക്കാർ തന്നെ ഒന്ന് വിളിച്ചാൽ പുറത്തിറങ്ങരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ ഏതോ മീറ്റിങ്ങിന് പോയതിനു ശേഷം കഞ്ഞി കുടിച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ മക്കളന്ന് ചെറിയ കുഞ്ഞുങ്ങളാണ്, 2 പേരേ ഉള്ളൂ, അവർ 2 ചെറുതാണ്. ആ സമയത്ത് ഒരാൾ വന്ന് കതകൽ മുട്ടി, പാസ്റ്റർ വാതിൽ തുറന്നു തരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ജനലിന്റെ ഒരു ഭാഗം പൊട്ടിയിരിപ്പുണ്ട്. പാസ്റ്റർ പുറത്തോട്ടൊന്ന് പോവാ, സംസാരിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോ ഈ ആലോചന നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് അല്ലേ ഇറങ്ങിപ്പോയേനെ, പക്ഷെ ആ ആലോചന നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇറങ്ങിയില്ല. അവിടെ നിന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇറങ്ങിച്ചെല്ലുകയെന്ന്. അന്നേരം അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, നിനക്ക് ആളുകളെ സ്നാനപ്പെടുത്തണമല്ലേ, പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഒറീസ ആവർത്തിക്കാൻ മടിയില്ല, കൊന്നുകളയും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഒരു വാളകത്തോട്ട് ഇട്ടിട്ട് അപ്പോഴത്തും പെട്ടെന്ന് ഞങ്ങൾ പാസ്റ്റർ കൊണ്ട് പുറകോട്ട് മാറി. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ അവർ കുറെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അങ്ങനെ പോയി. ഒരു സഹോദരി സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തതിന്റെ അനന്തരഫലമായിട്ടാണ് അങ്ങനെയുള്ള ഭീഷണികൾ ഉണ്ടാകാനിടയായത്. അന്ന് രാത്രി നമ്മൾ മനുഷ്യരല്ലേ, മാനുഷികമായ ഭയങ്ങൾ ഉണ്ടാകുമല്ലോ. ഞാൻ അന്ന് രാത്രി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയാലും ശരിക്കും എനിക്ക് ഉറക്കം വരുന്നില്ല. എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഭയം മനസ്സിലുണ്ട്. ഇവരെ കുറെ സഹോദരന്മാരുമായിട്ട് ചേർന്നാണ് വന്ന് ഭീഷണിപ്പെടുത്തിയത്. അപ്പോ അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിവിധ തരത്തിലുള്ള പാട്ടുകളിലൂടെയും ദൈവശബ്ദമായിട്ടും എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. ഒരു പാട്ടിങ്ങനെയായിരുന്നു, 4 വരി. പോക നിങ്ങൾ മറുകരയിൽ എന്ന് മോദമായി അരുളിയവൻ, മറന്നീടുമോ തൻ ശിഷ്യഗണത്തെ സ്വന്തം ജനനിയും മറന്നീടിലും. ദൈവത്തിന്റെ കരുണയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ വേറൊരു 4 വരികൾ. ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുന്നിൽ ഓരോ നിമിഷവും നിന്നായുസിൻ കാലത്തിൽ. ആ പാട്ടിന്റെ 4 വരികൾ എന്നെ വല്ലാതെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. അതുപോലെ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവശബ്ദമായിട്ട് നിങ്ങൾ ഈ ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടരുത്, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ആ വചനഭാഗങ്ങൾ ദൈവത്തിന്റെ ശബ്ദമായിട്ട് അതിന്റെ കാതുകൾ കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ദൈവശബ്ദം പാട്ടുകളായിട്ടും ദൈവശബ്ദമായിട്ടോ രാത്രി മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. എന്റെ മാതാപിതാക്കൾക്കോ എന്റെ സഹോദരങ്ങൾക്കോ എന്റെ പ്രിയപ്പെട്ടവർക്കോ ഞങ്ങളുടെ ചർച്ചിലുള്ളവർക്കോ ഒന്നും ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ, വിളിച്ച കർത്താവ് പോകാൻ പറഞ്ഞ ഞങ്ങൾ എവിടേക്ക് അയച്ചു, രാത്രി മുഴുവൻ ദൈവശബ്ദം കേൾപ്പിച്ച് ദൈവത്തിന്റെ ആലോചന തന്ന് ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അവരൊന്നും അടുത്തരവണ്ണം ദൈവം ആ കാര്യങ്ങളൊക്കെ ശാന്തമാക്കി ദൈവത്തിന്റെ കരുതൽ ഞങ്ങൾക്ക് അനുഭവിക്കാനിടയായി തീർന്നു. തുടർന്നും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ 5ാമതായി വന്നത് ഞങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ആലയത്തിലേക്ക്, ഈ പാർശ്വനിധിയിലേക്കാണ്. അത് ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന ആലയമാണ്. ദൈവത്തിന്റെ കരുണയാൽ ലഭിച്ച ആലയം, ദൈവത്തിന്റെ ദാനമായി ലഭിച്ച ആലയം. ഞങ്ങൾക്കൊന്നും പറയാൻ കർത്താവ് നടത്തി ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു ആ ആലയത്തിൽ. ഇത് പല ഘട്ടങ്ങളായിട്ട് ഞങ്ങൾ പണി പൂർത്തീകരിച്ചത്. ആദ്യഘട്ടം പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പുതിയ സഹോദരി കർത്താവിന്റെ ആലയത്തിൽ കടന്നു വന്നതിന് ഇഷ്ടപ്പെടാതിരുന്ന ഒരു കുറെ ആൾക്കാർ, അവരുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവരെ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ച് കിടക്കാനായിട്ട് പോകുമ്പോൾ കിടന്ന സമയത്ത് ജലക്കിലകളെല്ലാം ഭയങ്കര ശബ്ദത്തോടെ തകരുന്ന ശബ്ദം ഞാൻ കേട്ടു. കാറിന്റെ ചില്ല് തകരുന്ന ശബ്ദം കേട്ടു. എന്ന് നോക്കുമ്പോൾ അവിടെയെല്ലാം ചില്ല് ചെതറി കിടക്കുകയാണ്. അപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ആരോ ഇത് ചെയ്തതാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കല്ലുകളൊക്കെ വന്ന് അവിടെ അകത്ത് വീണു. ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഈ സഹോദരി
കർത്താവിനെ സ്നേഹിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നതിന് ഇഷ്ടപ്പെടാത്ത പ്രിയപ്പെട്ടവരാണ് അത് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ അവിടെയും ഞങ്ങൾക്ക് പിടിച്ചു നിൽപ്പാൻ ദൈവം കൃപ തന്നു. തുടർന്ന് അവരിൽ ചിലര് അങ്ങനെ ആ കാര്യത്തിൽ ഏർപ്പെട്ട ചില സഹോദരന്മാർ ഞങ്ങളുടെ അരികിൽ വന്ന് ക്ഷമ ചോദിപ്പാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന്റെ കരുതലുകളും ദൈവത്തിന്റെ വിശ്വസ്തതയും എത്ര വലുതെന്ന് ഈ ജീവിതയാത്രയിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും അനുകൂലമാകുമ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുവാൻ അനേകർ കാണും. എന്നാൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ, ആരുമില്ലാത്ത സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാന് വേണ്ടി വെളിപ്പെട്ടതുപോലെ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനേക സമയങ്ങളിൽ അനുഭവിച്ചറിയുവാൻ, ദൈവശബ്ദം ഇമ്പമായി മുഴങ്ങുന്ന ദൈവശബ്ദം കാതുകളിൽ കേൾക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. അതൊക്കെയാണ് എന്റെ ജീവിതയാത്ര എന്നെ നിലനിർത്തുവാനിടയെ. ഒത്തിരി പറയാൻ കഴിയാത്ത, വിസ്താര ഭയത്താൽ പറയാൻ കഴിയാത്ത ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ, മാനസികമായ പ്രയാസങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ട്. അതൊക്കെ ദൈവം എന്നെ അറിയിച്ചിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് പ്രത്യേകമായ പ്രതിസന്ധികളുടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതുപോലുള്ള സാഹചര്യങ്ങൾ എന്നെ കാണിച്ചു തന്നു. ഞാൻ പരീക്ഷയ്ക്കിട്ട് ഇരിക്കുന്നതായിട്ട്, പഠിക്കുന്നതായിട്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ സാഹചര്യങ്ങൾ എന്റെ മുന്നിൽ വരും. ആ സാഹചര്യങ്ങളൊക്കെ നേരിടുവാനുള്ള ദൈവകൃപയും കർത്താവ് എനിക്ക് നൽകി തന്നുകൊണ്ടേയിരുന്നു. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശക്തീകരിച്ചുകൊണ്ടിരുന്നു. പ്രതിസന്ധികൾ തളർന്നു പോകാതെ ഹല്ലേലൂയ നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആമേൻ. ദൈവം ഞങ്ങളോട് കൂടി ആരാധിപ്പാൻ ഒരു കൂട്ടം ജനത്തെ ഈ ദേശത്തും ഒരുക്കി തന്നു. ദൈവം ആരാധിപ്പാൻ മനോഹരമായി ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് മനോഹരമായ ഒരു ആലയവും പാഴ്സനേജും ദൈവം ഞങ്ങൾക്ക് നൽകി തരുവാനിടയായി തീർന്നു. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം വിളിച്ചുവെങ്കിൽ ആമേൻ അതുമേ നടത്തുവാൻ, അന്ത്യവരെയും പോറ്റുവാൻ ശക്തനാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ലോകത്തിൽ ആരും സപ്പോർട്ട് തരാനില്ലെങ്കിലും, ആരോട് നമ്മുടെ പരിഭവം പറയാൻ പോകേണ്ട. ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ, നമ്മെ വിളിച്ച കർത്താവിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ ഉള്ളതുപോലെ പങ്കുവയ്ക്കുവാൻ കഴിയുമെങ്കിൽ, അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, ഒന്നുമില്ലാത്ത സമയത്തും ശൂന്യതയുടെ നടുവിലും കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ ഉറപ്പായി വിശ്വസിച്ച് അവന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടർന്നാൽ ദൈവമഹത്വം നാം കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തൻ, ദൈവം വാക്കുമാറാത്തവൻ. ഈ ദൈവത്തെ പിൻപറ്റുന്നത് പോലെ ഒരു ഭാഗ്യം ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, ഭാരങ്ങൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം. ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ ധാരാളം പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. രോഗങ്ങളുടെ, കഷ്ടങ്ങളുടെ, ഒറ്റപ്പെടുത്തലുകളുടെ, അവഗണനകളുടെ, നിന്ദകളുടെ ഒക്കെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ അവിടെയൊന്നും ഞങ്ങളെ ഏകരായി കർത്താവ് വിട്ടില്ല. അവിടെയെല്ലാം സ്വാന്തനിപ്പിക്കുന്ന കാര്യം, അവൻ ആശ്വസിപ്പിക്കുന്ന കാര്യം, ദൈവത്തിന്റെ കൃപ. ഞങ്ങളെ തള്ളിക്കളഞ്ഞവരൊക്കെ അവൻ ഞങ്ങളോട് ഇന്ന് ചേർന്ന് നിൽക്കത്തക്കവണ്ണം ദൈവം ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തുവാനിടയായി തീർന്നു. ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് 3 മക്കളെ നൽകി തന്നു. മൂത്തത് മകനാണ്. അവന് വിവാഹിതനാണ്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് അവന് ായിരിക്കുന്നു. അവന്റെ വൈഫ് റോൺസി മാത്യു, അവളിവിടെ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോൾ UK-യിലാണ്, അവള് NHS സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ മോളെ +2 പഠിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. പാസ്റ്ററുടെ മാതാപിതാക്കൾ ഞങ്ങളോട് കൂടെയായിരുന്നു. മാതാവ് കഴിഞ്ഞ ദിനങ്ങളിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. പിതാവ് ഞങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന്റെ ശബ്ദം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ കേൾപ്പിച്ചാൽ മുൻപും പിൻപും നോക്കാതെ കർത്താവിന്റെ ശബ്ദത്തിന് കാൽച്ചൂടുകളെ വെച്ചാൽ നാം ഒരിക്കലും ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല. ലോകത്തിന്റെ ശബ്ദത്തിന് അനുസരിച്ച് നാം കാൽച്ചൂടുകളെ വെച്ചാൽ നാം ലജ്ജിച്ചു പോകും, പിന്തിരിഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോകും. എന്നാൽ കർത്താവിന്റെ ആലോചനയ്ക്കനുസരിച്ച് കാൽച്ചൂടുകൾ വെക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ എവിടെ ഇടയാകില്ല. ദൈവം എന്നെ എല്ലായ്പ്പോഴും ധൈര്യപ്പെടുത്തിയ ഒരു വചനം കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ എന്റെ സാക്ഷ്യം നിർത്താം. വലിയ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, എനിക്ക് മറ്റാരോടും പറയാൻ കഴിയാത്ത മാനസികമായ വേദനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു ദൈവശബ്ദം എന്റെ ദൈവം എന്നെ ഇങ്ങനെ കൽപ്പിച്ചു, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ, മരിച്ചു പോകുന്ന മനുഷ്യനെയും പുല്ലുപോലെയായി തീർന്ന ഓർത്തിനെയും ഭയപ്പെടുവാൻ നീ ആർ. ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ ഇട്ടവനായ നിന്റെ സൃഷ്ടാവിനെ നീ മറക്കുകയും പീഡകന്റെ കോപം നിമിത്തം ദിനം പ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നതെന്ത്. ഹല്ലേലൂയ. നമ്മെ സൃഷ്ടിച്ച ലോകത്തിന്റെ അടിസ്ഥാന സൃഷ്ടാവായ ജീവനുള്ള ദൈവത്തെക്കാൾ വലിയവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. അവനാണ് നമ്മുടെ ഉപനിധി, അവനാണ് നമ്മുടെ രക്ഷകൻ. ആ കർത്താവിന്റെ കരങ്ങളിൽ പിടിച്ച് യാത്ര ചെയ്യുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. എനിക്കിതിനു വേണ്ടി അവസരമൊരുക്കി തന്ന ജോയ്സ് ടിവിയോടുള്ള പ്രിയപ്പെട്ടവരോടുള്ള എല്ലാം നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മോനെ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് സുശേഷ വിലയ്ക്ക് ഇവിടെ വരുമ്പോൾ അന്ന് അവനെ ചികിത്സിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. അവന് ഡയറിയ വന്നിട്ട് ഒത്തിരി വട്ടം അവന്റെ വയറ്റിൽ നിന്ന് പോയി അവസാനം പോകാനൊന്നുമില്ലാതെ തളർന്നു വീണ അവസ്ഥയുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കണം, ഞങ്ങളുടെ സാഹചര്യം ഇതാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ആ ക്ഷണത്തിൽ
അവൻ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം നൽകി കൊടുക്കുവാനിടയായി തീർന്നു. ലോക വൈദ്യന്മാർക്ക് അത് ചിന്തിച്ചാൽ എത്തുപിടിയും കിട്ടത്തില്ല. കാരണം അവനൊന്നും കഴിക്കാൻ മേല, ചെല്ലുന്നതെല്ലാം വയറ്റിൽ നിന്ന് പോയി. എത്ര പ്രാവശ്യം പോയെന്ന് നിങ്ങൾക്ക് അറിയത്തിന്റെ ഫ്രീക്വൻസി അതുപോലെ പോയി. വളരെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ദൈവം ഞങ്ങൾ ദൈവത്തോട് ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ ഞങ്ങളുടെ കയ്യിൽ പണമില്ല കുഞ്ഞിനെ ചികിത്സിക്കാൻ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കുവാനിടയായി തീർന്നു. അതുപോലെ അനേക അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡും അതുപോലെ സൗഖ്യമില്ലാതെ ഭാരപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലയില് ഒരു മുറിവുണ്ടായിട്ട് അത് പഴുത്ത് ഉണങ്ങാതെ വലിയ വ്രണമായിട്ട് മാസങ്ങൾ നീണ്ട കാലത്തോളം ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം തനിക്ക് അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം കൊടുത്തു. ദൈവം തന്നെ സൗഖ്യമാക്കി സൗഖ്യത്തോടെ നടത്തുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുപോലെ ഞങ്ങളെ ഓരോ അനുഭവങ്ങളും അപ്രകാരമുള്ള അനവധി അനുഭവങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്. ഓക്കെ സിസ്റ്റർ, കർത്താവ് സഹായിക്കട്ടെ. പിന്നെയും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാന് ദൈവം ഇടയാക്കി തീർക്കട്ടെ. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കും. സ്നേഹവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രകാരമായിരിക്കാൻ സുഖം തന്ന സാഹചര്യത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. ഉലക സ്ഥാപനം മുൻപേ ദൈവം ഞങ്ങളെ കണ്ട് തെരഞ്ഞെടുത്ത്, ദൈവസ്നേഹത്താൽ തെരഞ്ഞെടുത്ത്, ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങളെ ഒരുക്കി കർത്താവിന്റെ മക്കളാക്കി തീർത്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം. അങ്ങയുടെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രയിലെ ഓരോ ആവശ്യങ്ങൾക്കും അവിടുന്ന് മതിയായവനായിരുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. അനേക സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് പ്രതികൂലമായിരുന്നപ്പോഴൊക്കെ ദൈവം അനുകൂലമായിരുന്ന ദൈവം ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തിയതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ജോസ്നീവിലെ കർത്താവേ, സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിപ്പാനും ദൈവ ശബ്ദം കേട്ട് അങ്ങേ അനുഗമിക്കുവാനും എല്ലാവരുടെ മേലും ദൈവകൃപ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് സ്തോത്രം. കർത്താവിന്റെ നാമം മാത്രം ഞങ്ങളുടെ മഹത്വം എടുക്കേണ്ടതിനായിട്ട് സ്തോത്രം. അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണം സ്വർഗ്ഗ പിതാവേ. ആമേൻ 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 ആമേൻ. ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.